എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ്. മത്തായി 9, 27 മുതൽ 29 വരെ. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാർ, ദാവീദ് പുത്രാ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ട് പിന്തുടർന്നു. അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്നു. ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചതിന്, ഉവ്വ് കർത്താവേ എന്നവർ പറഞ്ഞു. അവൻ അവരുടെ കണ്ണു തൊട്ടു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. ഈ 9-ാം അധ്യായത്തിൽ ഇനിയും കർത്താവ് ചെയ്ത 2 അത്ഭുതങ്ങൾ കൂടെ കാണാം. കർത്താവ് പള്ളിപ്രമാണിയുടെ വീട് വിട്ട് സ്വന്തം നഗരത്തിലേക്ക് മടങ്ങുകയായിരുന്നു. 2 കുരുടന്മാർ അവനെ അനുഗമിച്ചു. ഇത് മത്തായിക്ക് വളരെ പ്രത്യേക വിഷയമായി തോന്നി, അതുകൊണ്ടാണ് രേഖപ്പെടുത്തുന്നത്. 2 എന്ന് പറയുന്നത് സാക്ഷ്യത്തിൻ്റെ സംഖ്യയാണ്. അവിടെ മത്തായി 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ അതുണ്ട്. അവിടെ 2 ഭൂതഗ്രസ്തരെ കുറിച്ചാണ് വായിക്കുന്നത്. ദാവീദ് പുത്ര, ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചും കൊണ്ടാണ് അവർ പിന്തുടർന്നത്. ദാവീദ് പുത്രൻ എന്നുള്ള പ്രയോഗം 9 പ്രാവശ്യം വിശുദ്ധ മത്തായി തൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. മർക്കോസും ലൂക്കോസും ഈ 2 പ്രാവശ്യം വീതം പറയുന്നു. യോഹന്നാൻ അങ്ങനെ പറയുന്നില്ല. ദാവീദ് പുത്രൻ എന്നത് ക്രിസ്തുവാണ്, അതായത് ഇസ്രായേലിൻ്റെ രാജാവ്. പുറജാതികൾക്കല്ല, യഹൂദന്മാർക്കാണ് ദാവീദ് പുത്രൻ എന്നുള്ള അവകാശം ഉന്നയിക്കാവുന്നത്. ജാതികൾ അവനെ പുറന്തള്ളപ്പെട്ടവർ അഥവാ നായ്ക്കൾ എന്ന നിലയിലൊക്കെയാണ് സമീപിക്കുന്നത്. കുരുടന്മാരുടെ വാക്കുകൾ കരുണ തോന്നണമേ എന്നാണ്. 2 പേരുടെ വാക്കുകളാണ് ഇവിടെ കാണുന്നത്. ഒന്നാമത്, അവർ മനുഷ്യൻ്റെ അരിഷ്ടാവസ്ഥയെ കാണിക്കുന്നു. രണ്ടാമത്, കർത്താവിൻ്റെ ശക്തിയിലുള്ള വിശ്വാസം അവർ വെളിപ്പെടുത്തുന്നു. കുരുടന്മാർ യാതൊരു മടിയും കൂടാതെ യേശുവിനെ അനുഗമിച്ചു. വീട്ടിലെത്തി. യേശു അവരുടെ വിശ്വാസം പരിശോധിച്ചുകൊണ്ട് സൗഖ്യമാക്കാനുള്ള അവൻ്റെ കഴിവിൽ അവർ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ കർത്താവേ എന്ന് വിളിച്ചു. വിശ്വാസം മറ്റേതിനേക്കാളും വലിയതാണ്. സകല ശുശ്രൂഷകളും വിശ്വാസത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. അവൻ അവരുടെ കണ്ണു തൊട്ടു. അവരുടെ വിശ്വാസം പോലെ അവർക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ സൗഖ്യമായി. കണ്ണുള്ള നമുക്ക് കാണാൻ കഴിയാത്ത ആഴമായ ദൈവിക സത്യങ്ങൾ തിരിച്ചറിഞ്ഞ 2 കുരുടന്മാരാണ്. കണ്ണുണ്ടെങ്കിലും കാഴ്ചയറ്റവരെ പോലെ ജീവിക്കുന്ന നമുക്ക് ഈ 2 കുരുടന്മാർ നൽകുന്ന സന്ദേശം വളരെ വിലയേറിയതാണ്. കർത്താവിനെ ദാവീദ് പുത്ര എന്ന് വിളിക്കാൻ തക്കവണ്ണം അവരുടെ ഉള്ളിൽ ആ ഒരു വലിയ കാഴ്ചപ്പാട് ദൈവം നൽകി. കർത്താവിനെ ദാവീദ് പുത്രൻ എന്ന ആ ഒരു നിലയിൽ തിരസ്കരിക്കുന്ന യഹൂദ പശ്ചാത്തലത്തിൽ അവരുടെ മധ്യത്തിലാണ് ഇവരുടെ നിലവിളി ഉയരുന്നത്. അവർ നിലവിളിച്ചുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നു. നമ്മുടെ നിലവിളികൾക്ക് മുൻപിൽ കാതോർക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ നിലവിളികൾ ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ശബ്ദകോലാഹലങ്ങളുടെ മധ്യയാകാം, ജനക്കൂട്ടത്തിൻ്റെ ആരവാരങ്ങൾക്കുള്ളിലാവാം, വളരെ ദൂരെയായിരിക്കാം. എവിടെയായാലും നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഞാൻ നിന്നെ നോക്കി വിളിക്കുന്നു. ആ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ, പ്രവർത്തിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. കർത്താവ് നമ്മുടെ ശബ്ദം കേൾക്കുന്നു. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ശബ്ദം നിശബ്ദമായി പോകാം, പുറത്തേക്ക് വരണമെന്നില്ല. ഉള്ളിൻ്റെ നിലവിളികൾ, പൊള്ളുന്ന നിലവിളികൾ കർത്താവ് കാണുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, മനോഹരമായ പ്രഭാതം ദാനമായി നൽകിയല്ലോ. നിൻ്റെ പകൽക്കാല ജീവിതത്തിൽ ഞങ്ങളുടെ അവസ്ഥാന്തരങ്ങളെല്ലാം അവിടുന്ന് അറിയുന്ന ദൈവമാണ്. ഞങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ, ഉള്ളിൻ്റെ നിലവിളികൾ കർത്താവ് ഒപ്പിയെടുക്കുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു മെശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. കരുണയുള്ള കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.